ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. ഈദല്ലേ വരുന്നത്, സോ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അപ്പൊ നമുക്ക് പോയാലോ? ആദ്യം ഞാൻ പോയത് ഒരു ഫാൻസി ഷോപ്പിലോട്ടാണ്. മെഹന്തി കോൺ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. മൈലാഞ്ചി ഇല്ലാതെ എന്ത് ഈദാഘോഷം. അത് കഴിഞ്ഞ് നേരെ ഞാൻ സ്മാർട്ട് ബസാറിലോട്ടാണ് പോയത്. എന്തായാലും ഇതുവരെ വന്നതല്ലേ, ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഞാൻ വീട്ടിൽ ഈദ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഒബ്വിയസ്ലി ബിരിയാണി ഉണ്ടാക്കും, പിന്നെ മൈലാഞ്ചി എന്തായാലും ഞാനിടും. സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കി കളയാറില്ല. നെക്സ്റ്റ് മന്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണ്, അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെ എനിക്ക് ഡ്രസ്സ് നോക്കണം. ഇവിടുന്ന് ഞാനങ്ങനെ ഡ്രസ്സ് എടുക്കാറില്ല. സ്റ്റുഡിയോയിൽ നിന്നും മാക്സിൽ നിന്നുമാണ് കൂടുതൽ എടുക്കുന്നത്. സാരി ആണെങ്കിൽ ജയലക്ഷ്മി, അല്ലെങ്കിൽ കല്യാൺ സിൽക്സ്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. ഫുൾ കോൺസെൻട്രേഷൻ വീഡിയോ എടുക്കുന്നവരായിരിക്കും. അപ്പോഴത്തേക്ക് ഡ്രസ്സ് നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. വീട്ടിൽ ചെന്ന് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ കാണുന്ന പല ഡ്രസ്സും എനിക്ക് വാങ്ങിക്കാൻ തോന്നും. ഈ ടോപ്പും അതുപോലെ തന്നെ എനിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് നല്ല ഇഷ്ടപ്പെട്ടത്. ഈ റെഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു ഇത്, പക്ഷെ കുറച്ച് വലുതായിരുന്നു. ഇപ്രാവശ്യം ഈദിന് ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ പാലട പായസവും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കി പാത്രം കഴുകുന്നതും ബാക്കി ക്ലീനിങ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. ഈദിന് മെഹന്തി ഇടുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. വീട്ടിലിടാൻ വേണ്ടി ഞാൻ കുറച്ച് ടീഷർട്ട്സ് നോക്കിയതാണ്. ആസ് യൂഷ്വൽ ബ്ലാക്ക് ടീഷർട്ട് കണ്ടപ്പോൾ എനിക്ക് പിന്നെയും വാങ്ങിക്കാൻ തോന്നി. അമ്മ സമ്മതിച്ചില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. കാരണം എനിക്ക് ഓൾറെഡി ഒരുപാട് ബ്ലാക്ക് ടീഷർട്ട്സ് ഉണ്ട്, 7-8 എണ്ണം ഉണ്ട്. ബ്ലാക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ നല്ല രീതിയിൽ നോക്കിയിട്ടേ സെലക്ട് ചെയ്യത്തുള്ളൂ. കൂടെ വരുന്നവരൊക്കെ ശരിക്കും മടുത്തു പോകും. അതുകൊണ്ട് മിക്കവാറും ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നത് ഒറ്റയ്ക്കായിരിക്കും. ഇതും സെയിം ഇഷ്യൂ തന്നെ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ല വലുതായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ പെൻ വാങ്ങിച്ചു, നോട്ട്ബുക്സും എടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഷോപ്പിംഗ്. മൊഹബത്ത് കാ സർബത്തിനുള്ള വാട്ടർമെലനും റൂഹ് അഫ്സയും പിന്നെ ബിരിയാണിക്കുള്ള റൈസും എല്ലാം വാങ്ങിക്കണം. ഫൈനലി ഞാൻ അന്വേഷിച്ച് നടന്ന സാധനം കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ മറന്നുപോയി. അതേ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കയറി വാങ്ങിച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടയേർഡായി. പിന്നെ എഗ് പപ്സ് വാങ്ങിച്ചു. എഗ് പപ്സ് ഇഷ്ടമല്ലാത്ത മലയാളികളില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒരിടത്തും ഇറങ്ങില്ല, നേരെ വീട്ടിലോട്ട് പോയി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്. എനിക്ക് റൂഹ് അഫ്സ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് ബസാർ വരെ പോയത്. പക്ഷേ ഞാൻ സാധനം വാങ്ങിച്ചില്ല. വീഡിയോ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ സാധനം എടുക്കാൻ മറന്നുപോയി. സാരമില്ല, ഇനിയിപ്പോൾ ഒന്നേന്ന് പോയി വാങ്ങിക്കണം. വ്ളോഗ് എടുക്കുന്നതിൻ്റെ മെയിൻ പ്രോബ്ലം ഇതാണ്. നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി അതിൽ മാത്രമായിരിക്കും കോൺസെൻട്രേഷൻ. ബാക്കിയൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല ആ ടൈമിൽ. സാരമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.